നമസ്കാരം. 2024 എന്ന പുതുവർഷം പിറന്നിരിക്കുന്ന അവസരമാണ് ഇത്. പുതുവർഷത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഈ പുതുവർഷത്തിൽ പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. പൂരാട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 എന്ന ഈ പുതുവർഷത്തിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. ആഗ്രഹിച്ച പോലുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അല്പം പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നാട്ടിലോ വിദേശത്തോ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം ശ്രമങ്ങൾ നടത്തുന്നത് ഉത്തമമായി തന്നെ തീരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന വർഷം കൂടിയാണ് 2024. ആഗ്രഹിച്ച രീതിയിലുള്ള വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. നവംബറിന് ശേഷം സാധ്യത വളരെ ഇരട്ടിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലം തന്നെയാകുന്നു. ആഗ്രഹിച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2024. നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ പുറത്തോ അല്ലെങ്കിൽ നാട്ടിലോ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പിടിവാശി അല്പം കൂടുതലുള്ളവരാണ് ഇവർ. അതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം 2024 പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. എടുത്തുചാട്ടം അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ധനപരമായ നഷ്ടങ്ങളും മനക്ലേശങ്ങളും ബന്ധങ്ങൾ നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. കുടുംബപരമായി വളരെയധികം ശാന്തമായ അവസ്ഥ വന്നു ചേരും. തർക്കങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും പൊതുവെ ശാന്തമായ അവസ്ഥ തന്നെയാണ് 2024 നിങ്ങൾക്ക് വന്നു ചേരുക. വളരെയധികം സഹായം ലഭിച്ചിരുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും 2024 അത്തരത്തിലുള്ള സഹായങ്ങൾ അല്പം കുറയുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. പാരമ്പര്യമായ സ്വത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ് 2024. ഈ സമയം അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ വിജയം കാണും. അല്ലെങ്കിൽ കോടതി വിധി പോലും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അല്ലെങ്കിൽ രമ്യതയിൽ പ്രശ്നം പരിഹരിച്ച് നിങ്ങൾക്ക് സ്വത്ത് നേടിയെടുക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പുതുവർഷം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മനക്ലേശങ്ങൾ അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ സൃഷ്ടിക്കുവാൻ കാരണമായി തീരും. ആവശ്യമില്ലാതെയായിരിക്കും നിങ്ങൾ വിഷമിക്കുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. പല കാര്യങ്ങളിലും പെട്ടെന്ന് ദേഷ്യം വരിക, അതുമൂലം അപകടങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിനാൽ സംസാരം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും അത് പരിധി വിടുന്നില്ല എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടതാകുന്നു. ശത്രുക്കൾ 2024 വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ വന്നു ചേരാം. വിദേശത്തെ ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത് ലഭിക്കും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക. സമ്പത്ത് വർദ്ധിക്കുവാനും അതേപോലെ തന്നെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും കാരണമാകും. നാട്ടിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ
പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ധനം നിൽക്കണം എന്നില്ല. പല രീതിയിലുള്ള ചെലവുകൾ വരികയും അതുമൂലം ധനനഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ വിദേശ ജോലിയുമായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. അനാവശ്യമായ ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് 2024. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധനം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു. ധനം കയ്യിൽ വരും എങ്കിലും ചിലവുകൾ മൂലം നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കാവുന്നതാണ്. അതിനാൽ ചിലവ് അല്പം നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ സന്താനങ്ങൾക്ക് വളരെയധികം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ 2024 പറയുവാൻ സാധിക്കും. വിദ്യയിൽ വളരെയധികം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യയിൽ ഉയർച്ച നേടുകയും അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളിലും പരീക്ഷകളിൽ പോലും ഉയർന്ന വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയാം. വിദ്യയിൽ ഉണ്ടായിരുന്ന ആലസ്യം അത് അകന്ന് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിത്യവും രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയോടെ ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുവാൻ മറക്കാതിരിക്കുക. 108 തവണ തന്നെ ജപിക്കുക, മറക്കരുത്. അതേപോലെ തന്നെ ലോണുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അതിൽ വിജയം കാണും എന്ന് തന്നെ പറയാം. പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലോൺ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. രോഗങ്ങൾ വന്നു ചേരും എങ്കിലും ശരിയായ രീതിയിൽ ചികിത്സ നിങ്ങൾ നേടുന്നതിലൂടെ രോഗങ്ങൾ മാറുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത ഈ വർഷം കൂടുതലാകുന്നു. അതിനാൽ മൃഗങ്ങളുമായി ഇടപഴകുന്നവരാണ് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും അത് നിങ്ങൾക്ക് അബദ്ധം പിണയുകയും ബാധ്യതകൾ വന്ന് ചേരുവാൻ സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ സ്വയം ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. മാനഹാനി പോലും വന്നു ചേരാം. അതിനാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. കൂടാതെ രത്നം, വസ്ത്രം, സ്വർണം തുടങ്ങിയ കാര്യങ്ങൾ ഈ വർഷം വാങ്ങുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാകുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ സമ്മാനം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഒന്നും അമിതമാകരുത്. അമിതമായാൽ നിങ്ങൾക്ക് തന്നെ ധനനഷ്ടം സംഭവിക്കാം. അതിനാൽ ഈ കാര്യം കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ലഹരി ഉപയോഗം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാകുന്നു. അത്തരത്തിൽ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ തട്ടിത്തെറിച്ചു പോകും എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനാൽ പരമാവധി ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. മുൻപ് പരാമർശിച്ചതുപോലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണ് എങ്കിൽ തീർച്ചയായും ചികിത്സ നിങ്ങൾ തേടുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അംഗീകാരങ്ങൾ തേടിയെത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കഠിന പ്രയത്നം ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കാറില്ല എങ്കിൽ പോലും ഈ വർഷം അത്തരത്തിൽ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മറ്റുള്ളവരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കേണ്ടതാകുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ തീർച്ചയായും മുട്ടുവഴിപാട് നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അത് മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടും നല്ല രീതിയിൽ സംസാരിക്കുവാനും അവരോട് ബഹുമാനത്തോടെ തന്നെ പെരുമാറുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത്. പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസം സാധിക്കുമെങ്കിൽ എല്ലാ വ്യാഴാഴ്ച ദിവസവും ദർശനം നടത്തുക. സാധിക്കാത്തവരാണ് എങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ നിത്യവും ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുക. നിത്യവും കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് പകൽ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. പകൽ സമയങ്ങളിൽ മാത്രം ഭഗവാന്റെ കാൽപാദങ്ങളിൽ ഒരു തുളസി ഇല സമർപ്പിക്കുക.
അതേപോലെ തന്നെ സാധിക്കുമെങ്കിൽ ഒരു തുളസിമാല ചാർത്തുവാൻ ശ്രദ്ധിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും ചാർത്തുവാൻ ശ്രമിക്കുക. വന്നു ചേരുന്ന ദുരിതങ്ങൾ പോലും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അകന്ന് പോവുക തന്നെ ചെയ്യും. ഏവർക്കും ശുഭകരമായ ഒരു വർഷം തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.